അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയുടെ പ്രസ്താവന വിവാദമാവുന്നു. മണിയുടെ പ്രസംഗത്തിന്റെ ടേപ്പ് പോലീസ് ശേഖരിച്ചു. മണിയുടെ വെളിപ്പെടുത്തൽ പാർട്ടി പരിശോധിക്കുമെന്ന് MA ബേബി. മണിയുടെ പ്രസ്താവന തെറ്റാണെന്ന് പിണറായി വിജയൻ. സർക്കാരിനു കീഴിലെ സ്ഥാപനങ്ങളിൽ കോഴിക്ക് തീവില. പാൻ മസാല നിരോധനം സ്വാഗതാർഹമാണെന്ന് SSFന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമൊട്ടുക്കും അഭിവാദ്യ റാലികൾ. വഴിവിട്ട വിനോദങ്ങൾ നിരോധിക്കണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. KMIC ന്യൂസ് ടൈം ഗസ്റ്റ് ഡെസ്കിൽ ഇന്ന് PTA റഹീം സാഹിബ് MLA. വീട്ടമ്മയെ കുത്തിക്കൊന്ന കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പ്രതിയോഗികളെ CPM കൊന്നിട്ടുണ്ടെന്ന MM മണിയുടെ വിവാദ പ്രസംഗത്തിനുമേൽ പോലീസ് പ്രാഥമിക നടപടികൾ തുടങ്ങി. വിവാദ പ്രസംഗത്തിന്റെ ടേപ്പ് പോലീസ് ശേഖരിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. അതേസമയം തന്റെ പ്രസംഗത്തിലെ ഏതെങ്കിലും ഭാഗം തെറ്റിദ്ധരിക്കാനിടയുണ്ടെങ്കിൽ അതിയായ ഖേദമുണ്ടെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി അറിയിച്ചു. ഇന്നലെ രാത്രി നൽകിയ വാർത്താക്കുറിപ്പിലാണ് മണിയുടെ ഖേദപ്രകടനം. താൻ ചരിത്രം വിശദീകരിക്കുക മാത്രമായിരുന്നു. പാർട്ടി പ്രവർത്തകരിൽ പലരും കൊല ചെയ്യപ്പെട്ടിട്ടും അവിടെയൊന്നും ചെറുത്തുനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള കുപ്രചരണത്തിൽ ജനങ്ങൾ കുടുങ്ങരുത്. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെയും രാഷ്ട്രീയ എതിരാളികളെയും കായികമായി ആക്രമിക്കുന്നത് CPMന്റെ നയമല്ലെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്ന് മണി പറയുന്നു. രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നിട്ടുണ്ടെന്ന MM മണിയുടെ വെളിപ്പെടുത്തൽ പാർട്ടി പരിശോധിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. അതേസമയം മണിയുടെ വിവാദ പ്രസംഗത്തിൽ CPM കേന്ദ്ര നേതൃത്വം അതൃപ്തി അറിയിച്ചു. ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകത്തിൽ നിന്ന് വിശദാംശങ്ങൾ തേടും. അക്രമരാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടിയല്ല CPM. ആശയ സമരത്തിന് കൊലപാതകം മാർഗമല്ലെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നിട്ടുണ്ടെന്ന ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി MM മണിയുടെ പ്രസ്താവന തെറ്റായിപ്പോയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ എതിരാളികൾ പരമാവധി മുതലെടുക്കും. നേതാക്കൾ വിവാദങ്ങളുണ്ടാക്കത്തക്ക പരസ്യ പ്രസ്താവന നടത്തുന്നതിൽ നിന്നു വിട്ടുനിൽക്കണം. എല്ലാ നേതാക്കളും കരുതലെടുക്കണം. രാഷ്ട്രീയ ശത്രുക്കൾ തക്കം നോക്കി നിൽക്കുകയാണ്, പിണറായി പറഞ്ഞു. ഇന്നലെ തൊടുപുഴയിൽ സഖാവ് MM മണി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ സഖാവിന്റെ പ്രസംഗ ശൈലിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യതിയാനമുണ്ടായി. സഖാവ് മണി തന്നെ ചില വിശദീകരണം ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. പാർട്ടി ശത്രുക്കൾ പാർട്ടിയെ വളഞ്ഞിട്ട് കൊത്തിക്കീറാൻ ശ്രമിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഏതൊരു സഖാവും അനാവശ്യമായ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ തോതിൽ ശത്രുക്കൾ എടുത്തുപയോഗിക്കും. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ്. വിവാദങ്ങൾ ഉണ്ടാകത്തക്ക പരസ്യ പ്രസ്താവന പാർട്ടി സഖാക്കൾ ആരും നടത്തരുത്. നേരത്തെ ഇത് പരസ്യമായി പറഞ്ഞതാണ്. എല്ലാ സഖാക്കൾക്കും കരുതൽ വേണം. പാർട്ടി ശത്രുക്കൾ കാത്തിരിക്കുകയാണെന്ന ജാഗ്രത വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും അക്രമങ്ങൾ നേരിട്ട പാർട്ടിയാണ്. നിരവധി സഖാക്കളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. എന്നാൽ പാർട്ടി ഒരിക്കലും തളർന്നിട്ടില്ലെന്നു മാത്രമല്ല കൂടുതൽ അണികൾ പാർട്ടിയിലേക്കു തള്ളിവരികയാണ് ചെയ്തത്.
അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല ഇതെന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായിയുടെ വാക്കുകൾ ശുദ്ധ തട്ടിപ്പാണെന്ന് PT തോമസ്. മണിയുടെ പ്രസ്താവന സംബന്ധിച്ച പിണറായിയുടെ വാക്കുകൾ ശുദ്ധ തട്ടിപ്പെന്ന് PT തോമസ് MP. ആരോപണങ്ങൾ നേരിടാനുള്ള അടവാണ് പിണറായി നടത്തുന്നത്. CPM-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും PT തോമസ് തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് CPM വടകര SP ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. അന്വേഷണം നിഷ്പക്ഷമല്ലെന്നും UDF നേതാക്കൾ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് അറസ്റ്റുകൾ നടപ്പാക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ മാർച്ചിൽ പങ്കെടുത്തില്ല. വൻ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും സമാധാനപരമായാണ് മാർച്ച് അവസാനിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിച്ചെത്തിയവർ പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് മാർച്ചിൽ അണിചേർന്നത്. SP ഓഫീസിനു സമീപത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. ഒഞ്ചിയം മേഖലയിൽ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ അക്രമം തുടരുകയാണ്. ഇത് പോലീസ് നോക്കി നിൽക്കുന്നു. അക്രമം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് എളമരം കരീം പറഞ്ഞു. അന്വേഷണ സംഘത്തിനും കരീം ശക്തമായ മുന്നറിയിപ്പ് നൽകി. വളരെ മലയാളത്തിൽ മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാം. ഈ പിടിച്ചുകൊണ്ടുപോകുന്ന ഞങ്ങളുടെ സഖാക്കൾക്ക് അശോകൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനപ്പുറം ഞാൻ പറയുന്നില്ല. പോലീസ് കസ്റ്റഡിയിലുള്ളവരെ കക്കയം ക്യാമ്പിന് സമാനമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കരീം ആരോപിച്ചു. ഞങ്ങൾ ഈ ബാരിക്കേഡിനപ്പുറത്തേക്കും കിടക്കുന്ന ഒരു ദിവസത്തേക്ക് ഞങ്ങൾ MLA-മാരായ A. പ്രദീപ് കുമാർ, KK ലതിക എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. 5 DYSP-മാരുടെ നേതൃത്വത്തിൽ 750 പോലീസുകാരെ SP ഓഫീസ് പരിസരത്ത് വിന്യസിച്ചിരുന്നു. 2 മണിക്കൂറോളം ദേശീയപാതയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കണ്ണൂർ മോഡൽ അക്രമമുണ്ടാക്കി നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നുവെന്ന് UDF. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് UDF നേതാക്കൾ നെയ്യാറ്റിൻകരയിൽ പറഞ്ഞു. എന്നാൽ പരാജയഭീതി പൂണ്ട UDF മുൻകൂർ ജാമ്യമെടുക്കുകയാണെന്ന് ഇടതുമുന്നണിയും BJP-യും കുറ്റപ്പെടുത്തി. നെയ്യാറ്റിൻകര മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളിലും ഇടതുമുന്നണി പ്രവർത്തകർ UDF-ന്റെ പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിക്കുന്നുവെന്നാണ് UDF-ന്റെ പ്രധാന പരാതി. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തമ്പാനൂർ രവിയും കോൺഗ്രസ് വക്താവ് MM ഹസനും ആരോപിച്ചു. നടത്തി വിപ്ലവം ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുവിനെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിൽ നേതാക്കൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ അതിൽ ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തി ബാലറ്റാണ്. ഇതിന് ബാലറ്റിന് മറുപടിയാണ്. അതായത് ഈ വടകര സംഭവം പോലെ പിന്നെ കഠാര രാഷ്ട്രീയവും പിന്നെ കയ്യൂക്ക് രാഷ്ട്രീയവും അല്ല ഇവിടെ വേണ്ടത്. മസിൽ പവറും മണി പവറും കഠാര രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് കടയങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈയും കെട്ടി ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല. അതെല്ലാവരും വളരെ ഭംഗിയായി പോകുന്നതാണ് നല്ലതെന്നാണ്. എന്നാൽ പരാജയഭീതിയിൽ ഒരു മുഴം മുമ്പേ എറിയാനാണ് UDF-ന്റെ ശ്രമമെന്ന് ഇടതുമുന്നണി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുക്കുന്ന ദുഷ്പ്രചരണങ്ങളായിട്ട് മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി. നെയ്യാറ്റിൻകരയിൽ ഇടത് BJP ബാന്ധവം തുടരുകയാണെന്ന MM ഹസന്റെ ആരോപണത്തിന് BJP-യുടെ മറുപടി ഇതായിരുന്നു. BJP-യുടെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാനുള്ള ചുമതല ഹസനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. നെയ്യാറ്റിൻകരയിൽ BJP ജയിക്കും എന്ന് ഉറപ്പായപ്പോൾ ഉണ്ടായിട്ടുള്ള ഉത്കണ്ഠയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ജൽപ്പനം മാത്രമായിട്ടാണ് ഹസന്റെ ഈ അഭിപ്രായത്തെ BJP കാണുന്നത്. കള്ളപ്പണവും ലഹരിയും ലൈംഗിക അരാജകത്വവും വളർത്തി യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും അധാർമികതയിലേക്ക് നയിക്കുന്ന വഴിവിട്ട വിനോദങ്ങൾ നിരോധിക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. നാദാപുരം ദാറുൽ ഹുദയിൽ 2 ദിവസമായി നീണ്ടുനിന്ന SYS-ന്റെ സംസ്ഥാന പ്രതിനിധി സമാപന സമ്മേളനത്തിൽ പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പൊതുജനാരോഗ്യത്തെ ബാധിക്കും വിധം മാലിന്യ പ്രശ്നം രൂക്ഷമായ തലസ്ഥാനത്ത് നഗരസഭ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കാനും തുടങ്ങി. ഇത് കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കാകും വഴിവെക്കുക. പൊതുവഴികളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം പ്രധാന പാതയോരത്ത് ഉൾപ്പെടെയിട്ട് കത്തിക്കാനാണ് ജീവനക്കാർക്ക് നഗരസഭ നൽകിയ നിർദ്ദേശം. കോർപ്പറേഷൻ സാനിറ്റേഷൻ വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികൾ രാവിലെ 7 മുതൽ ഇറങ്ങിയാണ് നഗരം വെടിപ്പാക്കുന്നത്. വിളപ്പിൽ ശാലയിലേക്കുള്ള മാലിന്യ നീക്കം നിലച്ചിട്ടും ഇതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോഴാണ് മാലിന്യം നഗരനിരത്തിൽ തന്നെ കത്തിക്കാനുള്ള വിചിത്രമായ നിർദ്ദേശം നഗരം ഭരിക്കുന്നവർ നൽകിയത്. ഇത് ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കത്തിക്കുന്നവർക്ക് നല്ല ധാരണയുണ്ട്. എന്നാൽ നിർദ്ദേശം അനുസരിക്കാതെ വഴിയില്ലല്ലോ. നിർദ്ദേശം പറയാൻ നമ്മൾ അതാത് വാർഡിലുള്ളത് നമ്മൾ വാരി ഒതുക്കി കത്തിച്ച് അത് അണയുന്നതുവരെ നമ്മൾ നിൽക്കുകയും വേണം. സെക്രട്ടേറിയറ്റിനോട് ചേർന്ന പ്രസ് ക്ലബ്ബ് റോഡിലെ പാതയോരത്താണ് കത്തിക്കൽ. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല. ഈ ഏർപ്പാട് തുടങ്ങിയതോടെ പൗരബോധമുള്ള തലസ്ഥാനവാസികളും ഇരുട്ടിന്റെ മറവിൽ ഭക്ഷണാവശിഷ്ടം അടക്കം കൊണ്ടിടുന്നു. തീർന്നില്ല, സെക്രട്ടേറിയറ്റിലെ മാലിന്യവും തള്ളുന്നത് ഇവിടെ തന്നെ. വണ്ടികളിൽ ഞങ്ങൾ നഗരസഭയുടെ വണ്ടിയിൽ ഇങ്ങനെ വാരി സ്ഥലത്ത് കൊണ്ട് കത്തിക്കും. അത് കത്തി തീരുന്നവരെ ഞങ്ങൾക്ക് നിൽക്കണം. ഞങ്ങൾ കത്തിക്കുന്നത് പോട്ട് ഈ ഇത്രയും അധികാരികൾ ഭരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിലെ മുമ്പ് 7 മണിക്കൂറായിരുന്നു ഡ്യൂട്ടി. മാലിന്യം കത്തിക്കാൻ തുടങ്ങിയതോടെ ജീവനക്കാർ സദാസമയവും കൂട്ടിനിരിക്കണമെന്ന സ്ഥിതിയായി. കാറ്റത്ത് തീ ആളിപ്പടർന്നാൽ അപകടത്തിനും സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിലും പ്ലാസ്റ്റിക് അടക്കം തീയിടുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം അറിയാത്തവരാണോ നഗരം ഭരിക്കുന്നത്? ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. നിയമങ്ങൾ കാറ്റിൽ പറത്തി ഭാരതപ്പുഴയിൽ ലോറികൾ ഇറക്കി മണലെടുപ്പ്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു സമീപം തൃശൂർ ജില്ലാ അതിർത്തിയിലെ കടവുകളിലാണ് വാഹനങ്ങൾ ഇറക്കി പാസ് മണൽ കയറ്റുന്നത്. റവന്യൂ വകുപ്പിൽ നിന്നുള്ള പാസ് ഉണ്ടെങ്കിലും പുഴകളിൽ വാഹനങ്ങൾ ഇറക്കി മണലെടുക്കരുതെന്നാണ് നിയമം. എന്നാൽ തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിലെ കടവുകളിൽ നൂറുകണക്കിന് ലോഡ് മണലാണ് പുഴയിൽ വാഹനങ്ങൾ ഇറക്കി കയറ്റുന്നത്. കടവുകളിൽ വാഹനം നിർത്തി തലച്ചുമടായി മണലെത്തിക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിനായി മണൽ കടവുകളിൽ ചുമട്ടുതൊഴിലാളികളുമുണ്ട്. തലച്ചുമടായി കൊണ്ടുപോകുന്നതിനുള്ള മനുഷ്യാധ്വാനവും സമയവും ലാഭിക്കുന്നതിനാണ് വാഹനങ്ങൾ പുഴയിൽ ഇറക്കുന്നത്. പുഴയിൽ നിന്ന് പാസ് മണലെടുക്കുന്നതിനുള്ള ദൂരപരിധിയും ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. ഒറ്റപ്പാലം മേഖലയിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നടന്നിരുന്ന അനധികൃത മണൽക്കടത്ത് അവസാനിച്ചതിനു പിന്നാലെയാണ് പാസിന്റെ മറവിൽ വാഹനങ്ങൾ ഇറക്കി മണൽ വാരുന്നത്. മടവൂർ മുട്ടാഞ്ചേരി യൂണിറ്റ് SSF SYS ഓഫീസ് മുസ്ലിം ലീഗുകാർ കയ്യേറി കൊടിനാട്ടി. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് സംഭവം. ടൗണിലെ കെട്ടിടത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സുന്നി സെന്ററാണ് കയ്യേറിയത്. ഓഫീസ് ബോർഡും ഫർണിച്ചറും നശിപ്പിച്ച സംഘം കൊടിനാട്ടുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ സുന്നി പ്രവർത്തകരെ ലീഗുകാർ ആക്രമിക്കുകയും പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മനാരത്ത് ദാനിഷ്, വളയാഞ്ചേരി ഷാഫി, പിലാശ്ശേരി ഫവാസ്, നെല്ലിയംചാലിൽ സഫുവാൻ, പിലാശ്ശേരി അഷ്റഫ് എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുസ്ലിം ലീഗ് മടവൂർ പഞ്ചായത്ത് സെക്രട്ടറി KP മുഹമ്മദൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം അയച്ചുവിട്ടതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. കുന്നമംഗലം പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്.
പ്രദേശത്ത് പോലീസ് കാവൽ തുടരുകയാണ്. ഒരു മാസം മുമ്പും ഇവിടെ നിരവധി സുന്നി പ്രവർത്തകരെ ആക്രമിക്കുകയും SSF, SYS ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മുട്ടാഞ്ചേരിയിൽ ഈയടുത്തായി സ്ഥാപിക്കുന്ന SSFന്റെ മുഴുവൻ ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സിറിയയിൽ കലാപം അടിച്ചമർത്താനുള്ള സൈനിക നടപടിയിൽ 32 കുട്ടികൾ അടക്കം 90 പേർ കൊല്ലപ്പെട്ടതായി UN സംഘം കണ്ടെത്തി. ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരായ പ്രക്ഷോഭം ആരംഭിച്ചതിനു ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ഭീകരമായ കൂട്ടക്കുരുതിയാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. കുട്ടികളിൽ പലരുടെയും തലയോട്ടി ചിതറിയ നിലയിലായിരുന്നു. വെടിവെപ്പിലോ ബോംബാക്രമണത്തിലോ ആയിരിക്കാം ഇവർ കൊല്ലപ്പെട്ടിരിക്കുകയെന്ന് സംശയിക്കുന്നു. ഹൗലയിലാണ് ഹീനമായ ഈ ആക്രമണം നടന്നതെന്ന് സിറിയയിലെ UN ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന മേജർ ജനറൽ റോബർട്ട് മൂഡ് പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് സിറിയൻ സൈന്യം നടത്തിയിരിക്കുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ അഭിപ്രായപ്പെട്ടു. തീവ്രവാദികളാണ് ഈ ആക്രമണങ്ങൾക്ക് പിറകിലെന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. പാൻ മസാല നിരോധിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ ആഹ്ലാദിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ SSF പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തി. കാസർഗോഡ് നഗരത്തിൽ നടന്ന പ്രകടനത്തിന് SSF ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറസാഖ് സക്കാഫി കോട്ടക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് സക്കാഫി ചേടിക്കുണ്ട്, കാസർഗോഡ് ഡിവിഷൻ പ്രസിഡന്റ് ജമാലുദ്ദീൻ സക്കാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാരകമായ അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന പാൻ മസാല നിരോധന നിയമം SSF നടത്തിയ സമരത്തിന്റെ സാക്ഷാത്കാരമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിരോധനം നടപ്പിലാക്കാനും സർക്കാർ ശുഷ്കാന്തി കാണിക്കണം. മറ്റു മയക്കുമരുന്നുകളുടെ വ്യാപകമായ ഉപഭോഗവും നിയമവിരുദ്ധ വിപണനവും തടയുന്നതിനും കർശനമായ നടപടിയുണ്ടാകണം പ്രകടനം ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വിലക്കയറ്റം പൊറുതിമുട്ടിക്കുമ്പോൾ ആശ്വാസമാവേണ്ട സർക്കാർ സ്ഥാപനങ്ങളും സാധാരണക്കാരനെ പിഴിയാൻ മുന്നിൽ. മാത്രമല്ല, ഒരു മന്ത്രിയുടെ കീഴിലുള്ള 2 സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വില വ്യത്യസ്തം. സ്വകാര്യ കോഴിക്കടകളും ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒട്ടും പിന്നിലല്ല. ഒരു കോഴിക്കാല് കഴിക്കാതെ എന്തു ഭക്ഷണം? മലയാളിയുടെ ഈ താൽപര്യം മനസ്സിലാക്കി തന്നെയാണ് വിപണിയിലെ വിലയും. ഒരു മന്ത്രിയുടെ കീഴിലുള്ള 2 സർക്കാർ സ്ഥാപനങ്ങളിലുൾപ്പെടെ വിപണിയിൽ കോഴിയിറച്ചിക്ക് വാങ്ങുന്നത് വ്യത്യസ്ത വില. ഇനി കണക്കുകളിലേക്ക് കടക്കാം. 1 കിലോ കോഴിയിറച്ചിക്ക് ഇന്ന് പൊതുവിപണിയിലെ വില 103 മുതൽ 110 രൂപ വരെ. ജീവനുള്ള കോഴിയുടെ തൂക്കത്തിനനുസരിച്ചാണ് തുക. അതായത് ഡ്രസ് ചെയ്തെടുക്കുമ്പോൾ ശരാശരി 400 ഗ്രാം വരെ കുറവ് വരാം. അപ്പോൾ 600 ഗ്രാം ഇറച്ചിക്ക് നൽകുന്ന വിലയാണിത്. ഇനി സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കടക്കാം. ആദ്യം മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ വിലയിലേക്ക്. തോല് കളയാതെ ഡ്രസ് ചെയ്തെടുത്ത 1 കിലോ കോഴിയിറച്ചിക്ക് വില 170. ഫാമിൽ വളർത്തുന്ന കോഴികളുടെ എണ്ണം വളരെ കുറവാണെന്നതാണ് വില കൂടുതലിന് കാരണമായി പറയുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് കോഴിയെ വാങ്ങുന്നു. ഇനി മറ്റൊരു സ്ഥാപനമായ കെപ്കോ അഥവാ കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വിലയിലേക്ക്. തോല് കളഞ്ഞ് ഡ്രസ് ചെയ്ത 1 കിലോക്ക് 118 രൂപ. ടാക്സ് ഉൾപ്പെടെ 135. ഇവിടെ എങ്ങനെ വില കുറവ് സാധ്യമാവുന്നു? വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. മറിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, കോഴിത്തീറ്റ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, മരുന്ന് ഞങ്ങൾ കൊടുത്ത് കർഷകനെ കൊണ്ട് വളർത്തിയെടുക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആവശ്യം അത് തന്നെയാണ്. ശമ്പളം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് വിപണിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പോയാൽ മലയാളിയുടെ തീന്മേശയിലെ ഇഷ്ടവിഭവം പോക്കറ്റ് കാലിയാക്കും. പച്ചക്കറിയോ കൈവിട്ടുപോയി. ഇനി കോഴിയിറച്ചിയും ആ നിലയിലായാൽ സാധാരണക്കാരുടെ ആർഭാട ഭക്ഷണ ജീവിതത്തിന് തിരശ്ശീല വീഴും. അതുകൊണ്ട് ഒരു സർക്കാർ ഇടപെടൽ അനിവാര്യം. വീട്ടമ്മയെ ടാപ്പിംഗ് കത്തികൊണ്ട് കുത്തിക്കൊന്ന കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. വാമനപുരം കുറ്റിമൂട് അടപ്പുപാറ വീട്ടിൽ ലതയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ജയരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 23-ാം തീയതിയാണ് വീടിനു സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ലതയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ലതയെ കുത്തിയതിനുശേഷം 1 മണിക്കൂറിനു ശേഷമാണ് ജയരാജ് നാട്ടുകാരെ വിവരമറിയിക്കുന്നത്. രക്തം വാർന്ന് അവശനിലയിലായ ലത ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരിച്ചു. ടാപ്പിംഗ് കത്തി അബദ്ധത്തിൽ ലതയുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു എന്നായിരുന്നു ജയരാജ് പോലീസിനു നൽകിയ മൊഴി. എന്നാൽ ജയരാജന്റെയും മാതാപിതാക്കളുടെയും മൊഴികളുടെ വൈരുദ്ധ്യത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലതയെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി.
ദുബായിൽ കാലാവധി തീർന്ന ലൈസൻസുമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഉടമസ്ഥാവകാശം മാറ്റാനാകില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡിൽ മാറ്റം വരുത്തണമെങ്കിൽ കമ്പനിയുടെ ലൈസൻസ് കാലാവധിയുള്ളതാകണമെന്നത് പ്രധാന വ്യവസ്ഥയാണെന്ന് മന്ത്രാലയ അധികൃതർ അറിയിച്ചു. കമ്പനിയുടെ ഉടമസ്ഥാവകാശം കൈമാറുക, പുതിയ സർവീസ് ഏജന്റിനെ നിയോഗിക്കുക, വ്യവസായ പങ്കാളിയെ കൂട്ടിച്ചേർക്കുക, നിലവിലുള്ള പാർട്ണറെ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി തൊഴിലുടമകൾ മന്ത്രാലയത്തിലെത്തുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതരുടെ വിശദീകരണം. നിരവധി വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കമ്പനികളുടെ കമ്പ്യൂട്ടർ കാർഡുകളിൽ മാറ്റം വരുത്തുക. സ്വദേശി പൗരൻ ലൈസൻസിന്റെ ഉടമയാവുക, താമസ കുടിയേറ്റ വകുപ്പിലെ ഫയലിൽ സേവനങ്ങൾക്കായി ഒരു പ്രതിനിധിയെ നിയമിക്കുക തുടങ്ങിയവ കമ്പനി കാർഡ് ഭേദഗതിക്കുള്ള ഉപാധികളാണ്. കമ്പനിക്കു കീഴിൽ 2 മാസത്തിലധികം കാലാവധി തീർന്ന ലേബർ കാർഡുകളുണ്ടെങ്കിലും ക്രിയവിക്രയവും എസ്റ്റാബ്ലിഷ് കാർഡിൽ മാറ്റം വരുത്തലും സാധിക്കില്ല. 6 മാസത്തിലധികമായി കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റുകളുള്ള അപേക്ഷകളും സ്വീകരിക്കില്ല. സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ പങ്കാളിയാകുന്നവർക്കും കമ്പനി ഏറ്റെടുക്കുന്നവർക്കും മന്ത്രാലയത്തിൽ ഏകീകൃത ഫയൽ നമ്പർ ഉണ്ടായിരിക്കണം. കമ്പനി കൈമാറുമ്പോൾ പുതിയ ഉടമയുടെ പ്രായം 21 തികഞ്ഞിരിക്കണം. സ്ഥാപനത്തിലുള്ള തൊഴിലാളികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും പുതിയ തൊഴിലുടമയ്ക്ക് ആയിരിക്കും. കമ്പനിയുടെ പേര് മാറ്റണമെങ്കിൽ ലൈസൻസ് കാലാവധിയുള്ളതായിരിക്കണം. പുതിയ പേരിന് സാമ്പത്തിക മന്ത്രാലയം അംഗീകാരം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിൽ സമർപ്പിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് ഇടപാടുകൾക്ക് മന്ത്രാലയത്തിൽ ഏകീകൃത നമ്പറില്ലാത്തവർ കമ്പനി സംബന്ധമായ അവകാശ രേഖകൾ നോട്ടറി ഉദ്യോഗസ്ഥനിൽ നിന്നും സാക്ഷ്യപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ വിവിധതരം നിയമലംഘനത്തിന് പിടിക്കപ്പെടുന്നവരെ നാടുകടത്തുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിനായി പ്രത്യേക ട്രിബ്യൂണൽ രൂപീകരിക്കുന്നു. നിലവിലുള്ള സംവിധാനത്തിനു പകരം കൂടുതൽ സൂക്ഷ്മതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാനാകുമെന്ന ലക്ഷ്യത്തോടെയാണിത്. കുവൈത്തിൽ നിലവിൽ നാടുകടത്തൽ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ച് രാജ്യാന്തര മനുഷ്യാവകാശ കമ്മീഷനും മറ്റും വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് പഠനം നടത്തുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ കറക്ഷണൽ ഫെസിലിറ്റീസ് വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഖാലിദ് അൽ ദൈൻ അറിയിച്ചു. കറക്ഷണൽ ഫെസിലിറ്റീസിലെ ഉദ്യോഗസ്ഥരാണ് പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ ശുപാർശകൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ വിശകലനം ചെയ്യും. അതിനിടെ തടവുകാരെ കൈമാറുന്നതു സംബന്ധിച്ച് GCC തലത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കൊലപാതകം, സുരക്ഷ, തീവ്രവാദം, രാഷ്ട്രീയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്ത് തടവിലുള്ളയാളെ മറ്റൊരു രാജ്യത്തിന് കൈമാറേണ്ടതില്ലെന്നും ധാരണയായിട്ടുണ്ട്. അതിനിടെ മനുഷ്യാവകാശ സംരക്ഷണ വിഷയത്തിൽ കഴിഞ്ഞ വർഷം കുവൈത്തിൽ ആശാവഹമല്ലാത്ത നടപടികൾ ഉണ്ടായെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായപ്പെട്ടു. പ്രസംഗ സ്വാതന്ത്ര്യം, സമ്മേളനം എന്നിവയിലുണ്ടായ നിയന്ത്രണങ്ങൾ അതിന് തെളിവാണെന്നും US റിപ്പോർട്ടിൽ പറയുന്നു. തടവുകാർക്കെതിരെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പീഡനം, വിദേശികൾ, വിദൂനികൾ തുടങ്ങിയ ചില സംഘങ്ങളുടെ നീക്കം തടയൽ, സംഘടനകൾ, മാധ്യമങ്ങൾ, മതവിഭാഗങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണം, വനിതകൾക്ക് തുല്യാവകാശം ലഭിക്കാതിരിക്കൽ തുടങ്ങിയവയും മനുഷ്യാവകാശ നിഷേധമായി കാണേണ്ടതുണ്ടെന്നും US വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടിയൊരു വാർത്ത. MM മണിക്കെതിരെ നടപടി വേണമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഭീകരരുടെയും മാവോയിസ്റ്റുകളുടെയും ഭാഷയാണ് MM മണിയുടേത്. എതിരാളികളെ CPM കൊന്നിട്ടുണ്ടെന്ന് പരസ്യമായി പറയുന്ന നേതാവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മനുഷ്യാവകാശ കമ്മീഷനും എന്താണ് ചെയ്യുന്നതെന്നും നരേന്ദ്രമോദി അഹമ്മദാബാദിൽ ചോദിച്ചു. ഇന്ന് കേരളത്തിലിറങ്ങിയ പത്രമാധ്യമങ്ങളിലെ പ്രധാന റിപ്പോർട്ടുകൾ, പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഇടുക്കി ജില്ലാ CPM സെക്രട്ടറിയുടെ MM മണിയുടെ പ്രസ്താവനയാണ് ഇന്ന് മാതൃഭൂമി മെയിൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതിയോഗികളെ CPM കൊന്നിട്ടുണ്ട് എന്ന് MM മണി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടാണ് വലിയ അക്ഷരത്തിൽ തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്വേഷിക്കാൻ DGPയുടെ ഉത്തരവ് എന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ MM മണിയുടെ മണിമുഴക്കം പോലെയുള്ള വാർത്ത വന്നപ്പോൾ TP ചന്ദ്രശേഖരൻ വധം, 2 പേർ കൂടി അറസ്റ്റിൽ എന്ന TP ചന്ദ്രശേഖരൻ വധത്തിന്റെ വാർത്തകൾ അടിത്തട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മണിയുടെ വെളിപ്പെടുത്തലുകളുമായി സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ മാതൃഭൂമിയുടെ 7-ാം പേജിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
മാതൃഭൂമിയുടെ 7-ാം പേജ് മണിക്കായി തന്നെ നീക്കിവച്ചിരിക്കുകയാണ്. 8 തവണ പാർട്ടി സെക്രട്ടറി മണിക്ക് എല്ലാം അറിയാമെന്ന് മാതൃഭൂമി വിളിച്ചു പറയുന്നു. മണിയുടെ വെളിപ്പെടുത്തലുകൾ നിയമക്കുരുക്കാകുമെന്ന് മാതൃഭൂമി പറയുന്നു. അതുപോലെ 8 രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു എന്നൊരു റിപ്പോർട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാം പറഞ്ഞതിന് ശേഷം MM മണി ഖേദം പ്രകടിപ്പിച്ചു എന്നൊരു റിപ്പോർട്ടും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്നിറങ്ങിയ മലയാള മനോരമ MM മണിയുടെ പ്രസ്താവനയെ വലിയ ആഘോഷത്തോടെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊല്ലേണ്ടവരെ കൊന്നു, അതിനു പട്ടികയുമുണ്ട് എന്ന MM മണിയുടെ പ്രസ്താവനയെ വലിയ അക്ഷരത്തിലായി മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിവെച്ച് കൊന്നു, തല്ലിക്കൊന്നു, കുത്തിക്കൊന്നു എന്നിങ്ങനെയുള്ള MM മണിയുടെ ഓരോ വാക്കുകളും പ്രത്യേകം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മണി മുഴങ്ങി, കേരളം കിടുങ്ങി എന്ന രസാവഹമായ ഒരു റിപ്പോർട്ട് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇടതുഭാഗത്തായി റിപ്പോർട്ട് ചെയ്യുന്നു. മണിയോ കെണിയോ എന്ന ചോദ്യചിഹ്നവുമായി പിണറായിയുടെ തലയുള്ള ഒരു പൂച്ചയുടെ കാർട്ടൂണാണ് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവനും MM മണി ഒരു മണിമുഴക്കം തന്നെയാണ് ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റെല്ലാ പത്രങ്ങളെയും പോലെ തന്നെ സിറാജ് ദിനപത്രവും ഇന്ന് MM മണിയുടെ വാർത്തക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. പ്രതിയോഗികളെ CPM വകവരുത്തിയിട്ടുണ്ട് എന്ന MM മണിയുടെ പ്രസ്താവനയാണ് സിറാജ് ദിനപത്രം ഇന്ന് എടുത്തു കാണിക്കുന്നത്. അതുപോലെ പ്രതിരോധ വകുപ്പിനെതിരെ വീണ്ടും ജനറൽ VK സിംഗ് എന്ന മറ്റൊരു വാർത്ത സിറാജ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധം, 2 പേർ കൂടി അറസ്റ്റിലായി എന്നൊരു മറ്റു വാർത്തയും താഴെ സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയയിൽ ഏറ്റുമുട്ടൽ രൂക്ഷം, 90 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും സിറാജിന്റെ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. യെദ്യൂരപ്പക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ലോകയുക്ത തള്ളി എന്ന റിപ്പോർട്ടും സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവ് PTA റഹീം സാഹിബ് MLA ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മുൻ മുസ്ലിം ലീഗിന്റെ വലിയ നേതാവും ഇപ്പോഴത്തെ LDFന്റെ ഇടതുപക്ഷത്തിന്റെ MLAയുമായ PTA റഹീം സാഹിബ് ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹീം സാഹിബ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോളൂ. KMIC ന്യൂസ് ടൈം ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. ഗസ്റ്റ് ഡെസ്ക് 2-3 ചോദ്യങ്ങൾ താങ്കൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. ചോദിച്ചോളൂ. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ഇരുന്നുകൊണ്ട് ഒരു വൻ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വലിയ മുന്നണി താങ്കൾ പടുത്തുയർത്തി. കൊടുവള്ളി എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ റഹീം സാഹിബിന്റെ തട്ടകം. ഒടുവിൽ മുസ്ലിം ലീഗിന്റെ ചില നയങ്ങളിൽ പ്രതിഷേധിച്ച് റഹീം സാഹിബും ഒരു വലിയ സംഘം തന്നെ റഹീം ലീഗ് എന്ന പേരിൽ രൂപം കൊണ്ടു. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. ഇപ്പോഴും ഓർക്കുന്നു, കാലങ്ങളോളം UDFന്റെ കയ്യിലായിരുന്ന കൊടുവള്ളി നിയോജക മണ്ഡലം PTA റഹീം സാഹിബിലൂടെ അഥവാ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന PTA റഹീം സാഹിബിലൂടെ LDFന്റെ കയ്യിൽ. പിന്നീട് പച്ചയും ചുവപ്പും പതാകകൾ ഒരുമിച്ച് പിടിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ കൊടുവള്ളിയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. പിന്നീട് കൊടുവള്ളിയിലൂടെ തുടങ്ങി ഇപ്പോൾ കുന്നമംഗലം നിയോജക മണ്ഡലം അങ്ങയുടെ കരങ്ങളിലാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ താങ്കൾ സന്തുഷ്ടനാണോ? എന്താണ് പറയാനുള്ളത്? കൊടുവള്ളി നിയോജക മണ്ഡലത്തിന്റെ ആവിർഭാവം 1971 ആദ്യമായി അവിടെ മത്സരിച്ച് വിജയിച്ചത് ശ്രീ E. അഹമ്മദ് ആണ്. പിന്നീട് PV മുഹമ്മദ് 3 പ്രാവശ്യവും, ശ്രീ PM അബൂബക്കർ 1 പ്രാവശ്യവും, ശ്രീ C. മൊയ്നുദ്ദീൻ 1 പ്രാവശ്യവും, ശ്രീ C. മമ്മൂട്ടി 1 പ്രാവശ്യവും അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി.
ഈ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം വിജയിച്ചത്, ഈ നിയോജകമണ്ഡലം പിടിച്ചെടുത്തത് ഏറ്റവും അവസാനമാണ്. ഈ നിയോജകമണ്ഡലം ഇപ്പോൾ നിലവിലില്ല. അതിൽ അവസാനത്തെ ഊഴത്തിലാണ് ആ നിയോജകമണ്ഡലം LDFിനോടൊപ്പം നിന്നത്. അത് LDFിനോടൊപ്പം ആ നിയോജകമണ്ഡലം വരാനുള്ള കാരണം മുസ്ലിം ലീഗിൽ ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഗതി മാറ്റമാണ്. കുറുള്ളി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ തട്ടകമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. മലപ്പുറത്തെ ഏതൊരു മണ്ഡലത്തെയും പോലെ മുസ്ലിം ലീഗ് ശക്തമായി നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. മുഴുവൻ പഞ്ചായത്തുകളും മുസ്ലിം ലീഗും UDFും ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം കൊടുവള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പഴയ കൊടുവള്ളി നിയോജക മണ്ഡലത്തിന്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ ശ്രീ മുരളീധരന് സീറ്റ് കൊടുക്കുകയാണ് ലീഗ് ചെയ്തത്. അതുവരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചിരുന്ന കൊടുവള്ളി നിയോജക മണ്ഡലം അവസാന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കൈയൊഴിയുകയും ശ്രീ K മുരളീധരനെ സ്ഥാനാർത്ഥി ആക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും UDFിലെ വലിയൊരു വിഭാഗത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മനപ്രയാസം എനിക്കില്ല. ആദർശത്തിന്റെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും ഞാൻ വളരെ സംതൃപ്തനാണ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി ആയി ഇരുന്നത്. ഓക്കെ, ഇന്നലെ പത്രമാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും നമുക്കറിയാൻ സാധിച്ചു, CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി എന്ന് പറയുന്നൊരു നേതാവ് CPM നടത്തിയ അക്രമ രാഷ്ട്രീയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി. അത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ നിലയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആള് എന്ന നിലക്ക് അങ്ങക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? CPMന്റെ അക്രമ ചെയ്തികൾ മുന്നോട്ട് അക്രമ രാഷ്ട്രീയത്തോടൊപ്പം കൂട്ടു നിൽക്കുകയാണോ? എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു MM മണി എന്നൊരു നേതാവ്. കാരണം ഒരുപാട് ആളുകൾ ഈ കേരള സംസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലയിൽ പ്രസംഗിക്കാറുണ്ട്. എല്ലാ പാർട്ടി ആൾക്കാരും പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾ ശരിപ്പെടുത്തും, ഞങ്ങൾ വെള്ളപ്പുറപ്പിച്ചു കിടത്തും, ഞങ്ങൾ വെച്ചേക്കില്ല, ഞങ്ങൾ ഇതിന് അവസാനം വരുത്തും എന്നൊക്കെ പ്രസംഗത്തിൽ ശൈലികളിൽ സാധാരണ പല ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഇത് MM മണി എന്ന് പറയുന്ന ആള് ഇടുക്കിയിലെ ഏതോ ഒരു പ്രാന്തപ്രദേശത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഇത്രയും വലിയ ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുന്ന പത്രമാധ്യമങ്ങളാണ്. ഇതുപോലെ ഒരുപാട് പ്രസംഗങ്ങൾ കേരള സംസ്ഥാനത്തിൽ എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട്, എല്ലാ വെല്ലുവിളികളും നടത്തുന്നുണ്ട്. കാലും കൈയും തച്ചൊടിക്കും സാക്ഷി പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട PC ഹാജിയുടെ മകൻ ബഷീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചിരുന്നു. ഈ മദ്രസ വിവാദവുമായി ബന്ധപ്പെട്ട്, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്ന കേസിൽ സാക്ഷി പറഞ്ഞാൽ തല ഉടലുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ കൊന്നോളൂ, ഞങ്ങളത് ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതൊക്കെ പ്രസംഗത്തിന്റെ ശൈലിയാണ്. അതുകൊണ്ട് ബഷീറിന്റെ പേരിൽ ആരെങ്കിലും കേസെടുത്തോ? അപ്പൊ പ്രസംഗത്തിന്റെ ശൈലിയിൽ പല കാര്യങ്ങളും പലപ്പോഴും പറയും. അത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് CPM ഏതെങ്കിലും രൂപത്തിലുള്ള അക്രമ പാർട്ടിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം മാറാട് കേസിൽ 9 ആളാണ് കൊല്ലപ്പെട്ടത്. ആ കേസിൽ പ്രതിയായത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറാണ് ശ്രീ മൊയ്തീൻ കോയ. ആ മൊയ്തീൻ കോയയുടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേറെ മുസ്ലിം നേതാക്കന്മാർക്കും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ജോസഫ് തോമസ് കമ്മീഷൻ വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന്. അവിടെ 1-ാം മാറാട് കലാപത്തോട് അനുബന്ധിച്ച് ഉണ്ടായ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ശൗര്യവിഹാരം നടത്തുകയും ചെയ്യാൻ അന്നത്തെ ആന്റണി ഗവൺമെന്റ് അനുവദിച്ചു എന്നുള്ളത് കൊണ്ടാണ് 2-ാം മാറാട് കലാപം ഉണ്ടായത് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് നിയോഗിച്ച ജസ്റ്റിസ് തോമസ് കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗാണ് ഇവിടെ എല്ലാ അക്രമ രാഷ്ട്രീയത്തിനും ഉത്തരവാദി എന്ന് പറയാൻ സാധിക്കില്ല.
ഇന്ദിരാഗാന്ധി മരിച്ച അവസരത്തില് സ്വാഭാവിക പ്രതികരണമാണ് ഇതെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ആയിരക്കണക്കിന് സിഖുകാരാണ് കൊന്നു ഒടുക്കിയത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഗുജറാത്തില് നിരവധി സംഭവങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും ആളുകൾ ചെയ്താൽ അതൊന്നും ആ പാർട്ടി ചെയ്തതാണ് എന്ന് വിലയിരുത്താൻ സാധിക്കുകയില്ല. പക്ഷെ എം.എം.മണി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്താൽ ചെയ്തതാണെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. നിങ്ങൾ ടി.പി. ചന്ദ്രശേഖരനെ കൊന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മാത്രം എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് എന്നാണ്. എം.എം.മണിന്റെ ഈ വാക്കുകൾ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് ശ്രമിക്കണ്ടേ? അതുകൊണ്ട് ഓരോരുത്തർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പത്രമാധ്യമങ്ങൾ ഈ കാര്യം ആഘോഷിക്കുകയാണ്. അത്രമാത്രം എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷമാണ് ശരി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനേക്കാൾ നല്ലത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമാണ്. അതിൽ കൊലപാതക രാഷ്ട്രീയത്തെ നമുക്ക് കൊലപാതക രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റില്ല. കാരണം കൊലപാതകമൊക്കെ കൊലപാതകമാണ്. അത് മതത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും വ്യക്തിപരാഗത്തിന്റെ പേരിലായാലും സ്വത്തുവർഗത്തിന്റെ പേരിലായാലും രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞിട്ട് IPC-യിൽ ഒരു വകുപ്പില്ല. 302 എന്ന് പറയുന്ന വകുപ്പ് കൊലപാതകത്തിനെ സംബന്ധിച്ചുള്ളതാണ്. അതാണ് പ്രസക്തമായ കാര്യം. അതിന്റെ പിന്നിലാരെ പ്രസംഗിച്ചോ എന്നുള്ള കാര്യം പ്രസക്തമായ ഒരു വിഷയമേ അല്ല. ഇതിപ്പോ മാറാട് കലാപം ഉണ്ടായതിനു ശേഷം അവിടെ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കേസ് നടത്താൻ സഹായം കൊടുത്തതാരാ? മുസ്ലിം ലീഗ് തന്നെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് ആ പ്രതികൾക്ക് ആവശ്യമായ നിയമസഹായം നൽകിയത്. ഏതൊരു പാർട്ടിയും ചെയ്യുന്ന അവരുടെ പ്രവർത്തകന്മാർ ഇതുപോലെ കേസ് കൊടുക്കുമ്പം സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കേസ് ഉണ്ടായതിനു ശേഷം ഒരു അക്രമ സംഭവം ഉണ്ടായതിനു ശേഷം അതിൽ പ്രതികളെ ഏതെങ്കിലും സ്ഥലത്ത് സഹായിച്ചു, അല്ലെങ്കിൽ അവർക്ക് നിയമസഹായം നൽകി, അല്ലെങ്കിൽ വൈദ്യസഹായം നൽകി എന്ന് പറയുന്നത് കുറ്റമായ ഒരു കാര്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അത് ഏതൊരു പാർട്ടിയും ഏതൊരു മതസംഘടനയും ചെയ്യുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകൾ പ്രതിയായി വരുമ്പോൾ ചെയ്യുന്നത്. അതൊന്നും ഒരു സാമാന്യവൽക്കരിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കൂടുതൽ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിലും ഇനി താങ്കളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് വരാം. താങ്കൾ മുസ്ലിം ലീഗിലായിരുന്ന സമയത്ത് കാന്തപുരം ഉസ്താദിന്റെ എതിർവിഭാഗവുമായിട്ടായിരുന്നു അങ്ങയുടെ കൂടുതൽ ബന്ധം എന്ന് ഞാൻ ഓർക്കുന്നു. മറ്റ് റഹീം സാഹിബ് പിന്നീട് കാന്തപുരം നേതൃത്വം നൽകുന്ന സംഘടനയുമായി കൂടുതൽ അടുത്തു, കാന്തപുരത്തിന്റെ കൂടെ തന്നെയായി. എന്താണ് അതിനുണ്ടായ കാരണം, അല്ലെങ്കിൽ കാന്തപുരവുമായി അടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? സമസ്തയില് ദൗർഭാഗ്യകരമായ പിളർപ്പ് ഉണ്ടായ അവസരത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വ നിലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. അന്ന് EK വിഭാഗത്തിനെയാണ് സഹായിക്കാൻ വേണ്ടി പാർട്ടി പറഞ്ഞത്. രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് EK വിഭാഗത്തിനെ സഹായിച്ചു കൊണ്ട് ഇരുന്നത്. AP വിഭാഗത്തിനെ സഹായിച്ചിരുന്ന അന്ന് PC ഇബ്രാഹിം മാഷ് പോലെയുള്ള ആളുകളെ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള കാരണം അദ്ദേഹം മർക്കസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനം അതായിരുന്നു. അല്ലാതെ സമസ്തയിലെ വിഭാഗത്തിന്റെ ഇടയിലും കർമ്മശാസ്ത്രപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ഒന്നും ഒരു തർക്കമോ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ ഇത് ഏത് വിഭാഗത്തിന് പിന്താങ്ങുന്നു എന്ന് ചോദിച്ചാൽ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി ഇന്ന വിഭാഗത്തിന് പിന്താങ്ങണം എന്നുള്ള പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ് അന്ന് കാര്യങ്ങൾ ചെയ്തത്. ഇന്ന് എന്നോട് അങ്ങനെ നിർദ്ദേശിക്കാനുള്ള പാർട്ടിയില്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മതപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്തുണക്കേണ്ട ബാധ്യതയില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായി AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം ശക്തമായി എന്നോടൊപ്പം നിൽക്കുകയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഞാൻ വിജയിച്ചതിൽ വലിയ ഒരു പങ്ക് അവർ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആണ് അവർ വിളിച്ച പരിപാടികളിൽ പോകാൻ വേണ്ടി എനിക്ക് ഞാൻ സന്നദ്ധനാകുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാമിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവർ തമ്മിലൊന്നുമില്ല. അതേ അവസരത്തിൽ ഞാൻ മുമ്പ് ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയായിരുന്നു, ആ സ്ഥാപനങ്ങളൊക്കെ ഇന്നും അതേപോലെ തന്നെയാണ് നടക്കുന്നത്.
രാഷ്ട്രീയം ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് EPFO ക്രിസ്ത്യാർ എന്നോട് കൂടുതൽ അടുത്ത് ഇടപെടുകയും അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലാണ് EPFO ക്രിസ്ത്യാരുടെ വീട്. ഈ സമസ്യയിൽ പിളർപ്പ് ഉണ്ടാകുന്നതിന് മുമ്പും ഞങ്ങള് സുന്നി പ്രവർത്തനത്തിന് വേണ്ടി പലയിടങ്ങളിലും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ലോറിയിൽ കയറി പോലും EP ഉസ്താദും ഞാനും പലയിടങ്ങളിലും പ്രസംഗിക്കാൻ പോയതായിട്ട് ഇപ്പോഴും എനിക്കറിയാം. അപ്പൊ ആ വ്യക്തിപരമായ ബന്ധത്തിനൊന്നും ഒരു വിഷയവുമില്ല. രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ മാറുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഞാന് സുന്നിയിലുള്ള ഒരു നേതാവല്ല, ഞാൻ രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാവാണ്. അതനുസരിച്ച് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇവര് ആര് വിളിച്ചാലും പോകാനുള്ള ബാധ്യത ഞാൻ നിർവഹിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ കാന്തപുരത്തിന്റെ നാട് നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ മർക്കസ് നിലനിൽക്കുന്നതും അങ്ങയുടെ മണ്ഡലത്തിലാണ്. നന്ദി മിസ്റ്റർ റഹീം സാഹിബ്. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഇനിയും 2-3 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. KMIC ന്യൂസ് ടൈമിന്റെ സമയപരിധി കാരണം ഇനി നാളെ ഇതേ സമയത്ത് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് താങ്കളുമായി ബന്ധപ്പെടാമെന്നറിയിക്കുന്നു. താങ്ക് യു മിസ്റ്റർ റഹീം സാഹിബ്. PTA റഹീം സാഹിബ് MLA KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിന് അനുവദിച്ച അഭിമുഖത്തിന്റെ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നാളെ ഇതേ സമയം വീണ്ടും PTA റഹീം സാഹിബ് ഗസ്റ്റ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. ഇനി അവസാനമായി KMIC വാർത്തകൾ. 3 ദിവസമായി ഖത്തർമലിൽ നടക്കുന്ന ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ മതപ്രഭാഷണത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഹാഫിള് അബൂബക്കർ സഖാഫി പന്നൂരിന്റെ പ്രഭാഷണവും ആത്മീയ സംഗമവും ഇന്ന് വൈകിട്ട് 7 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് വൈകിട്ട് 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബൈലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.